ഈ തിരുപ്പട്ട ദാന ശുശ്രൂഷയ്ക്കിടയ്ക്കുള്ള സന്ദേശമായിട്ട് 3 ഡീക്കന്മാർക്കും എനിക്ക് നൽകാനുള്ളത് ഒരേ ഒരു സന്ദേശമാണ്. നിങ്ങളുടെ പേരുകൾ ജോഷുവിൻ, ജോസഫ്, ജിജിമോൻ എല്ലാം ജയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽ ജയിൽ നിന്ന് ആരംഭിക്കുന്ന പേരുള്ള ഒരു വ്യക്തിയെ കൂടി കൂട്ടിയാലാണ് നിങ്ങളുടെ ജീവിതം ഹാപ്പി ആയിരിക്കത്തുള്ളൂ. അതിൽ വീഴ്ച വന്നാൽ എല്ലാ കാര്യത്തിലും വീഴ്ചയാവും. നിങ്ങൾക്കറിയാം, ജീസസ് ഇന്ന് സുവിശേഷ ഭാഗത്ത് യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മുട്ടിപ്പായിട്ട്. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നറിയാവോ? ദൈവവുമായുള്ള ഐക്യത്തിൽ ശിഷ്യഗണം സ്ട്രോങ് ആയിട്ട് നിലനിൽക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. യേശുവിനെ ചേർത്ത് പിടിക്കാൻ സാധിച്ചാൽ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. അതുകൊണ്ട് ജോഷുവിനോടും ജോസഫിനോടും ജിജിമോനോടും പിതാവിന് പറയാനുള്ളതാണ്, ജീസസിനെ ചേർത്ത് പിടിക്കുക. ജീസസിനെ ചേർത്ത് പിടിക്കണമെങ്കിൽ പ്രായോഗികമായിട്ട് 10 നിർദ്ദേശങ്ങൾ, എളിയ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് നിങ്ങൾ ഓർത്തിരിക്കാൻ എളുപ്പത്തിനായിട്ട് ഹാപ്പി എന്നുള്ള വാക്കിൻ്റെ ഓരോ അക്ഷരങ്ങളിൽ നിന്നും ആരംഭിക്കുന്ന ഈ 2 കാര്യങ്ങളായിട്ട് ഞാൻ പറയാം. സന്തോഷം ഉണ്ടാകണമെങ്കിൽ യേശുവിനെ ചേർത്ത് പിടിക്കണം. ഹാപ്പിനെസ് ഉണ്ടാകണമെങ്കിൽ, ഹാപ്പി ആയിരിക്കണമെങ്കിൽ യേശുവിനെ ചേർത്ത് പിടിക്കണം. ആ ഹാപ്പി എന്നുള്ള വാക്കിൻ്റെ ഓരോ അക്ഷരങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന ഈ 2 കാര്യങ്ങളായിട്ട് ഞാൻ 10 കാര്യങ്ങൾ എളിയ കാര്യങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. എച്ച്, അതാണ് ആദ്യത്തെ അക്ഷരം. യു ഷുഡ് ബി ഹംബിൾ ആൻഡ് ഹ്യൂമൺ. യു ഷുഡ് ബി ഹംബിൾ ആൻഡ് ഹ്യൂമൺ. നമ്മൾ എളിമയുള്ളവരാകണം. കാരണം കാലിത്തൊഴുത്തിൽ പിറന്നവൻ്റെ പൗരോഹിത്യമാണ് സ്വീകരിക്കുന്നത്. കാലുകൾ മധ്യേ കടന്നവൻ്റെ പൗരോഹിത്യമാണ് സ്വീകരിക്കുന്നത്. കഴുതപ്പുറത്തിരുന്നവൻ്റെ പൗരോഹിത്യമാണ് സ്വീകരിക്കുന്നത്. കാലുകൾ കഴുകിയവൻ്റെ പൗരോഹിത്യമാണ് സ്വീകരിക്കുന്നത്. കാൽവരിയിൽ കള്ളന്മാരോടൊപ്പം മരിച്ചവൻ്റെ പൗരോഹിത്യമാണ് സ്വീകരിക്കുന്നത്. മറക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീഡിയയിൽ ശുശ്രൂഷ പൗരോഹിത്യം പറഞ്ഞ് കുറേ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ പൗരോഹിത്യം മോശമാണെന്നല്ല പറഞ്ഞത്. പൗരോഹിത്യം വളരെ ഉന്നതമാണ്. കാരണം യേശു തിരഞ്ഞെടുത്ത ശിഷ്യന്മാരുടെ ആ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ പങ്കുചേരുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ്. അത് വളരെ ഔന്നത്യമുള്ള കാര്യമാണ്. ഉന്നതമായൊരു സ്ഥാനമാണത്. പക്ഷെ അത് ആധ്യാത്മിക തലത്തിലാണ്, ഭൗതിക തലത്തിലല്ല. ഭൗതിക തലത്തിലാണ് കീഴ്പോട്ടാണ് നമ്മുടെ സ്ഥാനം. മാമോദിസായിലൂടെ പൊതുപൗരോഹിത്യം സ്വീകരിച്ച അൽമായ ശുശ്രൂഷിക്കുന്നവരാണ് അച്ഛന്മാർ. അപ്പോൾ വേലക്കാരാണ്, നേരെ കീഴ്പോട്ടേക്ക് സ്ഥാനം ഭൗതിക തലത്തിൽ. അവരെ ശുശ്രൂഷിക്കുന്നവരുടെ മെത്രാന്മാർ, അവരെ ശുശ്രൂഷിക്കുന്നവരാണെങ്കിൽ മാർപ്പാപ്പ, സെർവൻസ് ഓഫ് ഗോഡ്. അപ്പോൾ ഭൗതിക തലത്തിൽ നമ്മൾ സ്ഥാനമാനം നോക്കരുത്. ആധ്യാത്മിക തലത്തിൽ വളരെ ഔന്നത്യമുള്ള ഒരു സ്ഥാനമാണ് പുരോഹിതന്റെ സ്ഥാനം. ഈ തിരിച്ചറിവ് ശരിക്കുണ്ടെങ്കിൽ വി വിൽ ബി ഹംബിൾ. കഴുതപ്പുറത്ത് കർത്താവിനെ ഇരുത്തിക്കൊണ്ട് ജെറുസലേമിലെ റോട്ടിലൂടെ കഴുത നീങ്ങിയപ്പോൾ ആളുകൾ റോട്ടിൽ തുണി വിരിച്ചു. കഴുത അതിൽ ചവിട്ടി നടന്നു. കഴുത ചിന്തിക്കരുത് അതിനെ ബഹുമാനിക്കാനാണ് തുണി വിരിച്ചതെന്ന്. അതിന് പുറത്തിരിക്കുന്ന യേശുവിനെ ബഹുമാനിക്കാനാണ്. അറിയാതെ കഴുത തലയാക്കവും എന്തോളം തുണിയാണ് റോട്ടിൽ ആൾക്കാർ എനിക്ക് വിരിച്ചു തരുന്നത് ചിന്തിച്ചാൽ അബദ്ധമാണത്. നിങ്ങൾ കുർബാനയ്ക്കൂടെ നിൽക്കുമ്പോൾ കുർബാന ആദ്യ ഭാഗത്ത് അങ്ങോട്ട് ജനാഭിമുഖമായി നിന്ന് കുർബാന അർപ്പിക്കുമ്പോൾ പള്ളിയിൽ നടുവിലൂടെ ക്രോസ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തി നടുവിൽ വരുമ്പോൾ ആചാരം ചെയ്യും. തെറ്റിദ്ധരിക്കരുത്, നിങ്ങളെ ബഹുമാനിക്കാൻ തെറ്റിദ്ധരിക്കരുത്. അത് സക്രമിരിക്കുന്ന യേശുവിനോട് കാണിക്കുന്ന ബഹുമാനമാണ്.
ഒരു കൊച്ചു വന്ന ജോഷുവിനെ സ്തുതിയായിരിക്കട്ടെ നല്ല പറയാ. ജോഷുവിന് അച്ഛന് ജോഷുവിന് അച്ഛന് സ്തുതിയായിരിക്കട്ടെ നല്ല പറയാ. ജോസഫ് അച്ഛന് സ്തുതിയായിരിക്കട്ടെ നല്ല പറയാ. ജിജിമോൻ അച്ഛന് സ്തുതിയായിരിക്കട്ടെ നല്ല പറയാ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നമുക്കല്ല. ഈ തിരിച്ചറിവ് കൃത്യമായിട്ടുണ്ടാകണം. then you will be humble. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പൊങ്ങിപ്പോകും. ഭൗതിക തലത്തിലല്ല നമ്മുടെ സ്ഥാനം. എൻ്റെ രാജ്യം ഐഹികമല്ലെന്ന് ഈശോ പറഞ്ഞിടക്ക് ഓർക്കും നല്ലതാണ്. ആധ്യാത്മിക തലത്തിൽ ഉന്നത സ്ഥാനം തന്നെയാണ്. അതിനൊരിക്കലും ആർക്കും താഴ്ത്തി പറയാൻ സാധിക്കത്തില്ല. ആൻഡ് വി ഷുഡ് ബി ഹ്യൂമൺ. അത് പിതാവ് അടിവരയിട്ട് പറയാണ് നിങ്ങളോട്. നമുക്ക് കണ്ണി ചോര വേണം, നീ മാനുഷിക പരിഗണന വേണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണിത്. ഒരു പള്ളിയിൽ ഒരു ആൾക്കാർ സംഘക്കാരൻ, അവൻ നന്നായിട്ട് വായിച്ചൊരുങ്ങിയൊക്കെ വന്നേ. പക്ഷേ ആൾക്കാർ കണ്ടപ്പോൾ സ്റ്റേജ് ഫ്രൈറ്റോട് പേടിച്ചിട്ട് മലയാളമൊന്നും ശരിക്കും വായിക്കാൻ പറ്റുന്നില്ല, ഒക്കെ തെറ്റിച്ചു. അവിടുത്തെ അച്ഛനാണെങ്കിൽ ഭയങ്കര ദേഷ്യക്കാരനാണ്. അച്ഛനെ ഗൗരവത്തിൽ നോക്കിക്കൊണ്ട് നിൽക്കണം അവനെ. ആ നേരത്താണ് മറ്റേ ലേഖന വായനയ്ക്ക് മുമ്പ് ഗുരു ആശ്രയിച്ചാന്ന് പറയാൻ വേണ്ടി അവൻ തലകുറിച്ച് നോക്കിയപ്പോൾ അച്ഛൻ വളരെ ചോദിച്ചു. ഉടനെ പറഞ്ഞു, അറിയാണ്ടവൻ്റെ വായന ഗുരു അഡ്ജസ്റ്റ് ചെയ്താലെന്ന് പറഞ്ഞു. കൊച്ചു പേടിച്ചു. ഇന്ന് സംഭവിച്ചത് സാധ്യതയില്ല. ആരും എന്നോട് പറഞ്ഞു, തമാശക്ക് പറഞ്ഞായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. ഗുരു അഡ്ജസ്റ്റ് ചെയ്താലും ഞാൻ അടുത്ത എൻ്റെ നിർദ്ദേശം വി ഷുഡ് ബി ഹ്യൂമൺ എന്ന് പറയുന്നതോടൊപ്പം തന്നെ വി ഷുഡ് ബി അക്കോമഡേറ്റീവ് ആൻഡ് അഡ്ജസ്റ്റബിൾ. ആ കൊച്ചു പറഞ്ഞ് ശരിയാണ്, അഡ്ജസ്റ്റ് ചെയ്യണം. വി ഷുഡ് ബി അക്കോമഡേറ്റീവ് ആൻഡ് അഡ്ജസ്റ്റബിൾ. ഹാപ്പിയിലെ എച്ച് കഴിഞ്ഞ എ അല്ലേ, അതിൽ എ ഞാൻ പറഞ്ഞേ. വി ഷുഡ് ബി അക്കോമഡേറ്റീവ് ആൻഡ് അഡ്ജസ്റ്റബിൾ. പിന്നെ മാനുഷിക പരിഗണന വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, കേരളത്തിൽ ഒരു മുന്നത്തൊരു മെത്രാൻ, പേര് പറഞ്ഞത് ഉറപ്പാണ്, സംശയമുള്ള പേര് പറയാത്ത ആ ഒരു മെത്രാൻ്റെ അടുത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ ചെന്നു. അപ്പോൾ തട്ടിന് മുകളിലാണ് പിതാവിൻ്റെ മുറി. അയാളുടെ കഷ്ടപ്പാടുകളൊക്കെ പറഞ്ഞു, സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം പറഞ്ഞപ്പോൾ ആ ബിഷപ്പ്, ആ മെത്രാൻ 5000 രൂപ ഇയാൾക്ക് സഹായിക്കാൻ പറഞ്ഞ് ഒരു കടലാസിൽ, കറുത്ത പെന്നാണ് പിതാവിൻ്റെ ഉണ്ടായിരുന്നത്, അവരെഴുതി കൊടുത്തു. വെള്ള കടലാസിൽ കറുത്ത മനുഷ്യൻ. താഴത്ത് പ്രൊക്കോറേറ്റ് അച്ഛൻ്റെ മുറി താഴ്ത്ത അവർക്ക് എഴുതി കൊടുത്തു വിട്ടു. ഈ 5,000 റുപ്പീസ്. ഇയാൾ പോണ വഴിയിൽ പോക്കറ്റിൽ നിന്ന് പാൻ എടുത്തിട്ട് ആ 5ൻ്റെ ഇപ്പുറത്ത് ഒരു വരി ഒന്നിട്ടു താഴത്തേക്ക് കോണിറങ്ങി പോണ സമയത്ത്. അത് പക്ഷെ അത് നീലമഷിയായിരുന്നു, ഡോട്ട് പെൻ. ഇതും കൊണ്ട് പ്രൊക്കോറേറ്റിനകത്ത് കൊണ്ട് കൊടുത്തതേ പിതാവ് പറഞ്ഞ് 15,000 രൂപ തരാൻ പറഞ്ഞു. പ്രൊക്കോറേറ്റിൽ നോക്കിയിട്ട് പറഞ്ഞു, പക്ഷേ മഷി നീലി കറക്കും. മനസ്സിലായി പോയിട്ടതാണ്, കാരണം നീലമഷിയിലവിടെ ഒന്ന് കിടക്കുന്നു. ആ എനിക്ക് 15,000 രൂപ തരാമെന്ന് പറഞ്ഞ് നീട് വാ എന്ന് പറഞ്ഞാൽ കടലാസ് പിടിച്ച് അവനെ കൊണ്ട് നേരെ സ്റ്റെയർ കേസ് കയറി മെത്രാൻ്റെ കൂടെ ഇരിക്കുന്നു. പിതാവ് ഒരു 15,000 കൊടുക്കാൻ പിതാവ് പറഞ്ഞു. ഞാൻ 5,000 കൊടുക്കാനുള്ള പറഞ്ഞത്. ഇതേ നോക്കി കടലാസ് വളരെ ഗൗരവത്തിൽ അച്ഛൻ പിതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. പിതാവ് വായിച്ചു നോക്കിയപ്പോൾ ശരിയാണ്, ഇവൻ ഒന്നിട്ടിട്ടുണ്ട്. പിതാവ് അച്ഛനോട് പറഞ്ഞു, സാറില്ല, അച്ഛൻ 15,000 കൊടുത്തു, പാവം കാശില്ലാണ്ടായിരിക്കും. ഈ പ്രൊക്കോറേറ്റ് ആകെ ചമ്മിപ്പോയി. അവിടെ ചെന്ന് ഇവനെ കൊണ്ടുപോയി അച്ഛന് 15,000 കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഞാൻ പറഞ്ഞു വന്നത്, ഞാനിപ്പോൾ ഡേക്കുമാരോട് വിളിച്ചു കാറിൽ പോരുമ്പോൾ ഞാൻ ഈ സംഭവം ഇവരോട് പറഞ്ഞു. എന്നിട്ട് ഇവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇതിനെങ്ങനെ വിലയിരുത്തുന്നത്? അപ്പോൾ ഇവർ പറഞ്ഞു എന്നോട്, എത്രാൻ ചെയ്ത് ശരിയാണെന്ന് പറഞ്ഞു. മാനുഷിക പരിഗണന നമുക്കുണ്ടാകണം. അവരെ പിടിച്ച് ക്രൂശിക്കുകയല്ല. വി ഷുഡ് ബി ഹംബിൾ, ഹ്യൂമൻ, അക്കോമഡേറ്റീവ് ആൻഡ് അഡ്ജസ്റ്റബിൾ. HA. അടുത്ത P. വി ഷുഡ് ബി പ്യുവർ ആൻഡ് പ്രൂഡൻറ്റ്. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും നമ്മൾ പരിശുദ്ധിയുള്ളവരായിരിക്കണം, മറക്കരുത്. യേശു നമ്മോടൊപ്പം ഉണ്ടായിരിക്കണമെങ്കിൽ ചിന്തിക്കാൻ സാഹചര്യമായി പറയുന്ന കാര്യങ്ങൾ.
വി ഷുഡ് ബി പ്യുവർ ഇൻ അവർ തോട്ട്സ്, വേർഡ്സ് ആൻഡ് ഡീഡ്സ്. TWD ടെസ്റ്റ് എന്ന് പറയും. തോട്ട്സ്, വേർഡ്സ് ആൻഡ് ഡീഡ്സ് ഷുഡ് ബി പ്യുവർ ഇൻ അവർ തോട്ട്സ്, വേർഡ്സ് ആൻഡ് ഡീഡ്സ്. നമ്മൾ ഈ വെള്ള ഉടുപ്പൊക്കെ ഇട്ട് നടക്കുന്നില്ലേ നമ്മളൊക്കെ? പൊതുജനത്തിന് മുമ്പിൽ പ്രഖ്യാപിക്കാൻ ഞങ്ങളൊക്കെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും പരിശുദ്ധിയുള്ളവരാണ് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്നത്. ഷുഡ് നോട്ട് ബി ഫ്രോഡ്. വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്ന് കർത്താവ് നമ്മളെ പറ്റി പറയാൻ ഇടവരുത്. ഷുഡ് ബി പ്യുവർ ഇൻ അവർ തോട്ട്സ്, വേർഡ്സ് ആൻഡ് ഡീഡ്സ്. പോരായ്മകളൊക്കെ ഉണ്ടാവും, ഒക്കെ മനുഷ്യർ നമ്മളൊക്കെ. എന്നും ഈ TWD ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കണം. എൻ്റെ ചിന്തകൾ എങ്ങനെയാണ്, വാക്കുകൾ എങ്ങനെയാണ്, പ്രവർത്തിക്കുന്നത്, മാറ്റം വരുത്തിക്കൊണ്ടിരിക്കണം. യേശു എന്നോടുകൂടി ആയിരിക്കണമെങ്കിൽ വി ഷുഡ് ബി പ്യുവർ ആൻഡ് വി ഷുഡ് ബി പ്രൂഡൻ. കോമൺ സെൻസ് ഉണ്ടായിരിക്കണം. പ്രൂഡൻ. ഈ പബ്ലിക് പേഴ്സൺസ് കോമൺ സെൻസ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര തലവേദന ജനങ്ങൾക്ക്. ഷുഡ് ബി പ്രൂഡൻ. ഇനി അടുത്ത P, വി ഷുഡ് ബി പീസ് മേക്കേഴ്സ് ആൻഡ് വി ഷുഡ് ബി പ്രയർഫുൾ. നമ്മൾ എവിടെ ചെന്നാലും സമാധാനം സ്ഥാപിക്കുന്നവരാണ്. ഒരു വീട്ടിൽ പോയാലും ഒരു ഇടവക പോയാലും 99% അച്ഛന്മാർ നല്ലവരാണ്. പക്ഷേ 1% അവർ ഏത് ഇടവക കൊണ്ടിട്ടോ അപ്പോൾ ആ ഇടവകയിൽ നിന്ന് വണ്ടികൾ വന്നു കൊടുക്കാറുണ്ടായിരിക്കും. ആ വികാരിച്ചൻ മാറി വരുന്ന സ്ഥലത്തെ ടെമ്പോ ട്രാവലുകാർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഓരോ സംഘടനക്കാർ വണ്ടി വിളിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കേസും കൂട്ടായിരുന്നു. സമാധാനം ഇല്ലാതാക്കുന്ന അവസ്ഥ നമുക്കുണ്ടാകരുത്. 99% നല്ല അച്ഛന്മാരാണ്. അവർ ചെന്നോടത്തൊക്കെ സമാധാനം സ്ഥാപിക്കും. പക്ഷെ 1%, ആ 1%ത്തിൽ പെട്ടെന്ന് പറയാനാണ് ഇത് ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നത്. വി ഷുഡ് ബി പീസ് മേക്കേഴ്സ്, നോട്ട് പ്രോബ്ലം മേക്കേഴ്സ്. വി ഷുഡ് ബി പീസ് മേക്കേഴ്സ്. വീടുകളിൽ ചെല്ലുമ്പോൾ സമാധാനം ഉണ്ടാക്കണം. ഇടവകയിൽ ചെല്ലുമ്പോൾ സമാധാനം. എവിടെ ചെന്നാലും സമാധാനം സ്ഥാപിക്കുന്നവരാകണം. അതാണ് യേശുവിൻ്റെ മാർഗം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വി ഷുഡ് ബി പ്രയർഫുൾ. അതില്ലെങ്കിൽ ഞാൻ പറയാം, തിരുപ്പട്ട സ്വീകരിക്കരുത്. നമ്മൾ അച്ഛനാകുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അച്ഛോ ഫോൺ കോളുകൾ വരും, മെസ്സേജുകൾ വരും. പ്രാർത്ഥിക്കുക, ഓപ്പറേഷൻ പ്രാർത്ഥിക്കുക, പരീക്ഷ പ്രാർത്ഥിക്കുക, വിദേശത്തുമാണ് വിസ, എല്ലാവരും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അതെല്ലാവരും നമ്മൾ കാണുന്നത് പ്രാർത്ഥിക്കുന്ന മനുഷ്യരായിട്ടാണ്. ഞാൻ ഇവിടെ നമ്മുടെ വികാരിച്ചൻ സിബിൻ കോട്ടയച്ചൻ തുടക്കത്തിൽ പറഞ്ഞ് ഞാൻ മൈലാപ്പൂരുമായിട്ട് ബന്ധപ്പെട്ട് പള്ളികളിൽ നാട്ടിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിയാണ്. ഒരു പള്ളിയിൽ ചെന്ന് ഞാൻ കാലത്ത് കുട്ടികളോട് പറഞ്ഞിങ്ങനെ, മക്കളെ, പിതാവിൻ്റെ മേശപ്പുറത്തൊരു ഗ്ലോബ് ഉണ്ടായിരുന്നു. ആ ഗ്ലോബിൽ വെള്ളം ഒഴിച്ച് ഞാൻ ഒരു ഗോൾഡൻ ഫിഷിനെ വളർത്തിയിരുന്നു. ആ ഗോൾഡൻ ഫിഷ് എപ്പോഴും വായിട്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. നമ്മളൊക്കെ ഇതുപോലെ പ്രാർത്ഥിക്കണം. ഞാൻ രാവിലെ പള്ളിയിൽ പറഞ്ഞു, ഇടപെടാതെ പ്രാർത്ഥിക്കും. ഒന്ന് തെസ്സലോനിയൻസ് കൃത്യമായിട്ട് പറയുന്നില്ലേ, പൗലോസ് പറയുന്നുണ്ട്, ഇടപെടാതെ പ്രാർത്ഥിക്കുക, സന്തോഷത്തോടെ ആയിരിക്കുക. സന്തോഷം ഉണ്ടാവണമെങ്കിൽ ഇടപെടാതെ പ്രാർത്ഥന. വി ഷുഡ് ബി ഇൻ കമ്മ്യൂണിയൻ വിത്ത് ഗോഡ് ഓൾവേസ്. എന്നാലും ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പറഞ്ഞു. ഞാൻ വൈകിട്ട് അന്ന് വീടുകളിൽ തന്നെ വിചാരിച്ച് കൊണ്ടുപോയിട്ട് ഒരു വീട്ടിൽ നിന്ന് കൊച്ചുകുട്ടി വിളിച്ചു, മോനെ പിതാവിന് കാലത്ത് പള്ളിയിൽ എന്താ പറഞ്ഞു, ഈ ഗോൾഡൻ ഫിഷിൻ്റെ പോലെ ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ആ കൊച്ചു പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എപ്പോഴും ആ മെസ്സേജ് ആ കൊച്ചു ശരി പറയില്ല. സമയം ഈ മെസ്സേജ് നമ്മൾ ഉൾക്കൊള്ളണം. ഇടപെടാതെ പ്രാർത്ഥിക്കുക. ഷുഡ് ബി പ്രയർഫുൾ. ഇനി പ്രാർത്ഥനയുടെ പ്രത്യേകതയാണ് എനിക്ക് അടുത്ത് പറയാനുള്ളത്. വൈ, ഹാപ്പിയിലെ അവസാനത്തെ വാക്കല്ലേ വൈ, അക്ഷരല്ലേ വൈ. Yield to the word of God. Yield to the will of God. മാതാവ് ഇവിടെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ ഇതിൽ ഭവിക്കട്ടെ എന്ന് പറയുന്ന അമ്മ ഇവിടെ. ആ ഗെസ്സമലിൽ കല്ലിൽ കൈകുത്തി മുട്ടുകുത്തി നിൽക്കുന്ന ഈശോയുടെ അരികിൽ പോയി മുട്ടുകുത്തി എന്നുകൊണ്ട്, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറ്റ എന്ന് പറയാൻ സാധിക്കണം. അവിടെ മാതാവ് ഇങ്ങനെ ഇതാ കർത്താവിൻ്റെ ദാസി പറയാൻ കാരണം എന്താണെന്നറിയാമോ? മാലാഖ പറഞ്ഞു കൊടുത്തു, ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോഴാണ് മാതാവ് പറഞ്ഞത്. ആ ഒരു ബോധ്യം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം. ദൈവത്തിന് അസാധ്യമായത് ഒന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറയാനായിട്ട് നമുക്കൊക്കെ സാധിക്കണം. യേശുവിനോടൊപ്പം ആ കല്ലിലെ കൈകുത്തി മുട്ടുകുത്തി നിന്നുകൊണ്ട് എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടത്തിലൂടെ പറയാൻ എനിക്ക് സാധിക്കണം. പിതാവ് ദീർഘിപ്പിക്കുന്ന സമർപ്പിയാണ്. ഞാൻ ആകെ 10 എളിയ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്നത്, ഡീക്കൻസിൻ്റെ മുമ്പിൽ. അതെല്ലാവർക്കും ബാധകമാണ്, എനിക്ക് അടക്കം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ നിർദ്ദേശങ്ങൾ? ഹാപ്പി ആയിരിക്കാൻ. പൗരോഹിത്യ ജീവിതത്തിൽ ഹാപ്പി ആയിരിക്കണമെങ്കിൽ യേശുവിനെ ചേർത്ത് പിടിക്കണം. യേശു എന്നോട് ചേർന്ന് നിൽക്കണമെങ്കിൽ ഈ 10 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, HAPPY ആണ് അക്ഷരങ്ങൾ ഹാപ്പി എന്നുള്ളതിന്. വി ഷുഡ് ബി ഹംബിൾ ആൻഡ് ഹ്യൂമൺ.
വി ഷുഡ് ബി ഹംബിൾ ആൻഡ് ഹ്യൂമൺ. വി ഷുഡ് ബി അക്കോമഡേറ്റീവ് ആൻഡ് അഡ്ജസ്റ്റബിൾ. കട്ടുപിടുത്തൊന്നും വേണ്ട, ധാർഷ്ട്യം വേണ്ട, കാർക്കശ്യം വേണ്ട. വി ഷുഡ് ബി അക്കോമഡേറ്റീവ് ആൻഡ് അഡ്ജസ്റ്റബിൾ. അടുത്ത പി, വി ഷുഡ് ബി പ്യുവർ ആൻഡ് പ്രൂഡൻ. വി ഷുഡ് ബി പ്യുവർ ആൻഡ് പ്രൂഡൻ. അടുത്തത് വി ഷുഡ് ബി പീസ് മേക്കേഴ്സ് ആൻഡ് വി ഷുഡ് ബി പ്രയർഫുൾ. ഇനി പ്രാർത്ഥന പ്രത്യേകത അടുത്ത വയ്യയിൻ്റെ നെക്സ്റ്റ് അടുത്ത അക്ഷരം വയ്യാണ്. yield to the word of God and yield to the will of God. ദൈവം നിങ്ങൾക്ക് ഒരു ഹാപ്പി പ്രീസ്റ്റ്ഹുഡ് ലൈഫ് നൽകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.